ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഒരു യുണീക്ക് മൊബൈലിൻ്റെ ഒരു റിവ്യൂമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ മൊബൈലായിരുന്നു വെച്ചാൽ സാംസങ്ങിൻ്റെ ഗാലക്സി C4 III എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോൾഡിംഗ് മൊബൈൽ റീസെൻ്റ്ലി സാംസങ് ലോഞ്ച് ചെയ്ത മൊബൈലാണ്. സോ ഈ ഒരു മൊബൈലിൻ്റെ ഇൻഡെപ്ത് റിവ്യൂ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കൂടെ കാണാൻ പോകുന്നത്. സോ നമുക്ക് ഈ ഒരു മൊബൈലിൻ്റെ റിവ്യൂയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഗിവ് അവേ കോൺടെസ്റ്റ് വിന്നേഴ്സിനെ ഒന്ന് പറയാം. വിന്നേഴ്സായിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഫസ്ലു റഹ്മാൻ, ശ്രീരാജ് ആൻഡ് അബ്ദുള്ള 3 പേരെയാണ് നമ്മൾ വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ 3 പേർക്കും അവർക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് അവരുടെ അഡ്രസ്സിൽ അവർക്ക് ഡെലിവറി ചെയ്യുന്നതുമായിരിക്കും. സോ ഗിഫ്റ്റ് ലഭിച്ചതിന് ശേഷം അവർ അവരുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്ന വീഡിയോ ഞങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇടുന്നതായിരിക്കും. സോ എല്ലാവരും അത് കണ്ടിരിക്കണം. അടുത്ത കോൺടെസ്റ്റിൽ നിങ്ങളും ഒരു വിജയിയായേക്കാം. സോ ഈ ഒരു ഗിവ് അവേ കോൺടെസ്റ്റിന് തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 100-ൽ പരം എൻട്രീസ് ലഭിച്ചിരുന്നു. എല്ലാ ഫോട്ടോസും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ചില ഫോട്ടോസൊന്നും സെലക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ തീർച്ചയായിട്ടും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും ഗിവ് അവേ കോൺടെസ്റ്റുകൾ ഈ ചാനൽ വരുന്നതാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഇനിയുള്ള ഗിവ് അവേ കോൺടെസ്റ്റിലും പങ്കെടുത്തിരിക്കണം. സോ നമുക്ക് ഇനിയൊന്ന് ഈ ഒരു ഗാലക്സി ഫോൾഡ് റിവ്യൂയിലോട്ടൊന്ന് പോകാം. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഗാലക്സി Z4 III എന്ന് പറയുന്ന മൊബൈൽ. സോ ഇത് വളരെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു മൊബൈലാണ്. സോ നമുക്ക് ഈ മൊബൈലിൻ്റെ ഒരു അൺബോക്സിങ് ഒരു റിവ്യൂ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് ബോക്സിനെ പറ്റി തന്നെ ആദ്യം പറയാം. വളരെ സ്ലിം ആയിട്ടുള്ള ബോക്സാണ്. നമുക്ക് ഈ ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ ചാർജർ എന്തായാലും വരത്തില്ല എന്ന്. കാരണം അത്രയ്ക്ക് ഒരു സ്ലിം ആയിട്ടുള്ളൊരു ബോക്സാണ്. സോ ബോക്സിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വലിയൊരു Z കാണാം. സോ അത് നമ്മുടെ ഫോൾഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. സൈഡിൽ ഗാലക്സി Z4 III 5G എന്ന് പറഞ്ഞൊരു ടാഗ് നെയിം കാണാം. ബാക്കിൽ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഈ ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽസ്. സോ നമുക്കിനി ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഹാൻഡ്സെറ്റ് എന്തായാലും വലുതാണെന്ന് എല്ലാവർക്കും അറിയാം. സോ ഇതാണ് നമ്മുടെ ഹാൻഡ്സെറ്റ്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ബാക്കി ബോക്സിൽ എന്താണെന്ന് നോക്കാം. നമുക്കൊരു മാനുവൽ ബുക്ക് വരുന്നൊരു സംഭവം, കൂടാതെ ഒരു കേബിളും മാത്രമേ ഉള്ളൂ. സോ ഇതിൽ നമുക്ക് ചാർജിങ് അഡാപ്റ്റർ ഒന്നും വരുന്നില്ല. ഇതാണ് നമ്മുടെ ആ ഒരു ഡിവൈസ്, ഗാലക്സി Z4 III എന്ന് പറയുന്നത്. നല്ലൊരു ഫിനിഷിംഗ് ഉള്ളൊരു മൊബൈലാണെന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഈ ഒരു ഫോൾഡിങ് സംഭവമാണ്. ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. കാരണം നമുക്കിപ്പോൾ ഒരു മൊബൈലിൽ മാത്രമല്ല, നമുക്കൊരു ടാബായിട്ടും കൂടെ യൂസ് ചെയ്യണമെങ്കിലുള്ള സംഭവമാണിത്. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ഡിസൈനിലോട്ട് പോകും. ഡിസൈനിൽ പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ബാക്ക് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബാക്ക് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 3 ക്യാമറയാണ് വന്നിരിക്കുന്നത്. സോ ക്യാമറ ഡീറ്റെയിൽസൊക്കെ ഞാനകത്ത് പറയുന്ന നേരം ഇത് വളരെ ഒരു നീറ്റായിട്ട് ഒരു ലെഫ്റ്റ് സൈഡിലാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഫ്ലാഷ് ഉണ്ട്. കൂടാതെ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് നമുക്ക് ഗ്ലാസ് ആണ്. നമുക്ക് ഗൊറില്ല ഗ്ലാസിൻ്റെ വിക്ടസ് എന്ന് പറയുന്ന ഗ്ലാസ്സാണ് വരുന്നത്. S21 അൾട്രയിലൊക്കെ കണ്ടുവരുന്ന സെയിം ഗ്ലാസ്സാണ്. മാറ്റ് ഫിനിഷാണ് ആ ഗ്ലാസ്. നമുക്ക് റൈറ്റ് സൈഡിൽ ഇവിടെ കാണുന്ന ഒരു ഡിസ്പ്ലേ ആണ്. സോ ഇവിടെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇനി നമുക്ക് ഓപ്പോസിറ്റ് തിരിക്കുമ്പോൾ നമുക്ക് കാണുന്നത് മറ്റൊരു ഡിസ്പ്ലേ ആണ്. ഇതൊരു 7.2 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു ഡിസ്പ്ലേ ആണ്. സോ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേയിൽ കാണാം ചെറിയൊരു ബെൻഡ് പോലെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. അത് ആ ഫോൾഡിങ് ഏരിയയിൽ വരുന്നതാണ്. നമുക്ക് ഇതിലൊരു ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. ഈ ഫ്രണ്ട് ക്യാമറയ്ക്കൊക്കെ ഒത്തിരി സവിശേഷതയുണ്ട്. അതൊക്കെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. നമുക്ക് ബാക്ക് സൈഡിൽ ഒരു സ്പീക്കർ ഗ്രിൽ വരുന്നുണ്ട്. കൂടാതെ ഒരു ചാർജിങ് ഏരിയ വരുന്നുണ്ട്. Type-C ആണ് വരുന്ന ചാർജിങ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മൈക്ക് കാണാം. നമുക്കിനി ഒരു നോയിസ് ക്യാൻസലേഷൻ്റെ മൈക്ക് 2 എണ്ണമാണ് ഇതിൽ വന്നിരിക്കുന്നത്. 2 എണ്ണം വന്നിട്ടുണ്ട്. മുകളിലും ഒരു സ്പീക്കർ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഡോൾബി അറ്റ്മോസിൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നതെന്ന് തന്നെ പറയാം. സോ ഈ ഒരു മൊബൈലിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇത്രയും വരുന്നത്. നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ഏകദേശം ഇത്രയും ഒരു തിക്നെസ് വരുന്നുണ്ട് ഈ ഒരു ഫോണിന്. നമുക്ക് റൈറ്റ് സൈഡ് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് സിം ഇജക്റ്റ് ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനുള്ള ആ ഒരു ട്രേ ഉള്ളത്. കൂടാതെ പവർ ബട്ടൺ ഉണ്ട്. പവർ ബട്ടണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇൻ്റഗ്രേറ്റഡ് ആണ്. അതാണ് ഈ കാണുന്നത്.
പിന്നെ വോളിയം റോക്കർ ബട്ടണുമാണ് ഉള്ളത്, വോളിയം അപ്പും ഡൗണും ചെയ്യാനുള്ള ബട്ടണും. സോ ഡിസൈൻ ഫിനിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മെറ്റൽ ബോഡിയാണ് വന്നിരിക്കുന്നത്, ഫ്രെയിം വന്നിരിക്കുന്നത് മെറ്റലാണ്, എൻ്റയർലി ഒരു മെറ്റൽ ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ബാക്ക് ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്. സോ ലുക്കിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ഡിവൈസ് തന്നെയാണ്. നമുക്കിത് ഫോൾഡ് ചെയ്യുമ്പം ഈ ഒരു ലുക്കിലാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. വളരെ ഒരു പ്രീമിയം ലുക്ക് തന്നെയാണെന്ന് തന്നെ പറയാം. ഡിവൈസിന് 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഇത് ഫാൻറ്റം ബ്ലാക്ക് ആണ്. ഇതുപോലെ തന്നെ ഫാൻറ്റം ഗ്രീനും വരും, ഫാൻറ്റം സിൽവറും വരും. സോ 3 കളേഴ്സാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിനി ഈ മൊബൈലൊന്ന് സ്വിച്ച് ഓൺ ആക്കി നോക്കാം. സോ സ്വിച്ച് ഓൺ ആക്കുന്ന ഈ സൈഡിലത്തെ ഈ പവർ ബട്ടൺ വെച്ചിട്ടാണ് നമുക്കൊന്ന് സ്വിച്ച് ഓൺ ആക്കി നോക്കാം. യെസ്, ഓണാകുമ്പോൾ തന്നെ സാംസങ് ഗാലക്സിയുടെ ഒരു ടെക്സ്റ്റ് കാണാം. താഴെ പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നുള്ളൊരു ടെക്സ്റ്റും കാണാം. യെസ്, നമ്മുടെ ഡിവൈസ് ഇങ്ങനെ ഓൺ ആയിട്ടിരിക്കുകയാണ്. സോ ഇത് നമുക്ക് 2 ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഡിസ്പ്ലേ. ഇതായിരിക്കും മിക്കവാറും കോമൺലി യൂസ് ചെയ്യുന്ന ആ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് അൺഫോൾഡ് ചെയ്ത് നോക്കാം. സോ അൺഫോൾഡ് ചെയ്യുമ്പോൾ നമുക്കകത്ത് 2 വലിയ ഡിസ്പ്ലേ ജോയിൻ ആയിട്ട് കാണാൻ പറ്റും. സോ ഇതാണ് ഈ ഒരു മൊബൈലിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത ടെക്നോളജി തന്നെ സാംസങ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് സ്ക്രീനിൽ നേരത്തെ കണ്ടുപോലെ ആ ചെറിയൊരു ബെൻഡ് കാണാം, കാരണം ഇതൊരു ഫ്ലെക്സിബിൾ ഒലെഡ് ഡിസ്പ്ലേ ആണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ബെൻഡ് എന്തായാലും കാണാൻ പറ്റും. ബട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇതിൽ നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മൾ ആ ഷാഡോയിൽ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഒക്കെ ഒരു ബെൻഡ് അറിയാൻ പറ്റൂ. പിന്നെ ചെറുതായിട്ട് നമുക്ക് ആ ഒരു പോർഷനിൽ ടച്ച് ചെയ്യുമ്പോഴും ആ ഒരു ബെൻഡ് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ബട്ട് അതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നില്ല എന്തായാലും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ സ്പെക്സിലോട്ട് പോകാം. ഇതിൻ്റെ സ്പെക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സറാണ്. സോ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്നൊരു പ്രോസസ്സറാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സാംസങ് സ്നാപ്ഡ്രാഗണിൻ്റെ ഹൈ എൻഡ് പ്രോസസ്സേഴ്സ് അവതരിപ്പിക്കുന്നത് അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ. നമുക്ക് നോർമലി ഇന്ത്യയിൽ അവർ തന്നുകൊണ്ടിരുന്നത് സാംസങ്ങിൻ്റെ തന്നെ എക്സിനോസിൻ്റെ പ്രോസസ്സേഴ്സാണ്. S21 അൾട്രയിലും നമുക്ക് എക്സിനോസിൻ്റെ പ്രോസസ്സേഴ്സാണ് വന്നിരുന്നത്. സോ ഇപ്പം ഈ ഒരു ഫോൾഡ് മുതൽ നമുക്കിനി മുതൽ കിട്ടുന്നത് എന്തുകൊണ്ടായാലും സ്നാപ്ഡ്രാഗൺ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 12 GB റാമാണ് വരുന്നത്, 256 GB സ്റ്റോറേജ് ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു മൊബൈലിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയാം. സോ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു മൊബൈലിന് 2 ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ആദ്യത്തെ ഈ ഫ്രണ്ട് ഡിസ്പ്ലേ പറ്റി പറയാം. ഇതൊരു 6.2 ഇഞ്ചിൻ്റെ ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ളൊരു ഡിസ്പ്ലേ ആണ്. സോ അത്യാവശ്യം നല്ലൊരു സ്മൂത്ത്നെസ് നൽകുന്നൊരു ഡിസ്പ്ലേ ആണ്. AMOLED ആയതുകൊണ്ട് തന്നെ നല്ലൊരു കളർ പ്രൊട്ടക്ഷനും ഉണ്ട്. വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണെന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഇൻസൈഡ് നോക്കാം. ഇൻസൈഡ് നോക്കുമ്പോൾ അവിടെ വരുന്നതാണ് ഏറ്റവും വലിയ ഡിസ്പ്ലേ. സോ ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് 7.2 ഇഞ്ചിൻ്റെ സെയിം ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ്. ഇതും 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ളതാണ്. സോ ഈ ഒരു ഡിസ്പ്ലേ മിക്കവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാകും, കാരണം ഇതൊരു ടാബ്ലറ്റ് യൂസ് ചെയ്യുന്ന ആ ഒരു ഫീലുള്ളൊരു ഡിസ്പ്ലേ ആണ്. സോ ഇതും നമുക്ക് നല്ലൊരു പെർഫോമൻസ് നൽകുന്നൊരു ഡിസ്പ്ലേ ആണെന്ന് തന്നെ പറയാം. ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ S Penൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ട്. നമ്മൾ ഗാലക്സി നോട്ട് സീരീസിൽ കണ്ടുവന്ന S Pens നമുക്ക് ആക്സസറീസ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ കിട്ടും. സോ ആ പെന്ന് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ വളരെയധികം ഒരു ബിസിനസ് ക്ലാസ് മൊബൈലായിട്ടാണ് സാംസങ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ യൂസ് വരുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, മൾട്ടിമീഡിയ ക്രിയേറ്റേഴ്സ്, കാരണം അവർക്കൊക്കെ എഡിറ്റ് ചെയ്യാൻ എപ്പോഴും വലിയൊരു സ്ക്രീനായിരിക്കും ആവശ്യം. സോ അടുത്തതായി നമുക്ക് ഇതിൻ്റെ ക്യാമറ സ്പെസിഫിക്കേഷനിലോട്ട് പോകാം. സോ ക്യാമറ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ബാക്കിൽ 3 ക്യാമറയാണ് വന്നിരിക്കുന്നത്. സോ നമുക്കൊരു 12 MB വൈഡ് ക്യാമറ, 12 MB അൾട്രാ വൈഡ് ക്യാമറ, 12 MB ഒരു ടെലിഫോട്ടോ ക്യാമറയാണ് വന്നിരിക്കുന്നത്.
ഇനി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മളുടെ 6.2 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയിൽ അവിടെ തന്നെ നമുക്ക് മറ്റൊരു ഫ്രണ്ട് ഫേസിങ് ക്യാമറയുണ്ട്. അതായത് ഈ ഒരു ക്യാമറ എന്ന് പറയുമ്പോൾ ഇതൊരു 10 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സെൽഫി ക്യാമറയാണെന്ന് പറയാം. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ടാബ്ലറ്റ് ആ ഒരു വ്യൂ ഏരിയയിൽ വരുമ്പോൾ ഉള്ളത് നമുക്ക് മറ്റൊരു ക്യാമറ ഇവിടെ വരുന്നുണ്ട്. ഇതൊരു ഇൻ ഡിസ്പ്ലേ ക്യാമറയാണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് 4 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. സോ ഇൻ ഡിസ്പ്ലേ ക്യാമറ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേക്കകത്ത് ഹൈഡായിട്ടാണ് ആ ഒരു ക്യാമറ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചുതരാം. കണ്ടോ, പിക്സലിൻ്റെ ഇടയിൽ ഹൈഡായിട്ടിരിക്കുന്ന ഒരു ക്യാമറയാണ് വന്നിരിക്കുന്നത്. സോ നമ്മളൊരു നോർമൽ ലുക്ക് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ ഒരു ക്യാമറ ഉള്ളതായിട്ട് തോന്നത്തില്ല. അതാ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. സോ അതാണ് ഈ ഒരു ഇൻ ഡിസ്പ്ലേ ക്യാമറയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ക്യാമറ ക്വാളിറ്റി നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ളൊരു ക്യാമറയാണെന്ന് പറയുന്നത്. നമുക്ക് ഈ ഫ്രണ്ടിലെ ഇൻ ഡിസ്പ്ലേ ക്യാമറ മാത്രം കുറച്ച് ഗ്രെയിൻസ് ഉള്ളതായിട്ട് തോന്നും. നമുക്ക് ബാക്കിലെ ക്യാമറ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ക്യാമറയാണെന്ന് തന്നെ പറയാം. നമ്മൾ നോർമലി സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പിൽ കണ്ടുവരുന്ന ആ ഒരു ക്വാളിറ്റി ഉള്ളൊരു ക്യാമറയാണെന്ന് തന്നെ പറയാം. അതിൽ നമുക്ക് വൈഡും അൾട്രാ വൈഡും പിന്നെ ടെലിഫോട്ടോ ലെൻസുമാണ് വരുന്നത്. സോ ക്യാമറ വൈസ് നമുക്ക് ആ ഒരു ഇൻ ഡിസ്പ്ലേ ക്യാമറ മാത്രം കുറച്ച് ക്വാളിറ്റി കുറവായിട്ട് തോന്നും. സോ ഈ ഒരു മൊബൈലിൻ്റെ ലോഞ്ച് ഡേറ്റ്, ഇന്ത്യ ലോഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 10th ആണ്. സോ ഇപ്പോൾ തന്നെ നമുക്ക് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. സോ നിങ്ങൾക്ക് JSquare മൊബൈൽസിൽ തന്നെ ഈ ഒരു മൊബൈൽ പ്രീ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ തന്നെ സാംസങ് ഇത് ലോഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒത്തിരി ഓഫേഴ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഈ കാണുന്ന പോലെ HDFC ബാങ്കിൻ്റെ ഓഫേഴ്സ്, എക്സ്ചേഞ്ച് ബോണസ്, 20K അഡ്വാൻറ്റേജ് പ്രോഗ്രാം, സാംസങ് കെയർ പ്ലസ്, അങ്ങനെ ഒത്തിരി ഓഫേഴ്സ് സാംസങ്ങിൻ്റെ തന്നെ അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് നോ കോസ്റ്റ് EMIയും അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് വളരെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു മൊബൈലാണെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ വേറെ ഒരു ബ്രാൻഡിലും ഇങ്ങനത്തെ ഒരു മൊബൈൽ കണ്ടിട്ടില്ല. കാരണം ഇതൊരു ഫോൾഡിങ് മൊബൈലാണ്. ഇതൊരു നോർമൽ മൊബൈലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കൂടാതെ തന്നെ നമുക്കൊരു ടാബായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു യുണീക്കായിട്ടുള്ളൊരു മൊബൈലാണ്. യുണീക്ക് ആയതുകൊണ്ട് തന്നെ മൊബൈൽ എന്തുകൊണ്ടായാലും എക്സ്പെൻസീവ് ആയിരിക്കും. സോ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 1,49,990 റുപ്പീസാണ്. സോ അതൊരു 12GB 256GB വേരിയൻറ്റിൻ്റെ പ്രൈസിംഗ് ആണ്. നമുക്കിന്ന് ഈ ഒരു മൊബൈൽ റിവ്യൂവിനായിട്ട് നൽകിയിരിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള JSquare മൊബൈൽസാണ്. JSquare മൊബൈൽസിന് ഉള്ളൂർ, ശ്രീകാര്യം, കേശവസ്വരം ബ്രാഞ്ചസ് ഉണ്ട്. സോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു മൊബൈൽ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല കിട്ടില്ല ഓഫേഴ്സ് ഇട്ടായിരിക്കും JSquare മൊബൈൽസ് നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ തരുന്നത്. സോ നിങ്ങൾ പ്രീ ബുക്ക് ഉടനെ തന്നെ ചെയ്യുക. പ്രീ ബുക്കിംഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ പല ഓഫേഴ്സും നഷ്ടമാകും. സോ നിങ്ങൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ പ്രീ ബുക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഈ ഒരു മൊബൈലിൻ്റെ റിവ്യൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല കിട്ടില്ല അടിപൊളി വീഡിയോസുമായിട്ട് ഞങ്ങൾ ഉടൻ വരുന്നതാണ്. സോ അതുവരേക്കും see you, bye. Don't need you to like, you can watch me go, 'cause I don't need you to like me. Don't need you to like me. Don't need you to like me. You can say hello, but I don't need you to like me. Don't need you to like me. Don't need you to like. You can watch me go, 'cause I don't need you to like me. Don't need you to like me. Don't need you to like me.